കർത്താവിൽ ബഹുമാന്യരെ, അനേക നാളുകൾക്ക് ശേഷമാണ് ഒരു ലൈവ് മെസ്സേജുമായി ഞാൻ ഫേസ്ബുക്കിൽ വരുന്നത്. അതിനു മുമ്പുള്ള നാളുകളിൽ ഞാൻ മെസ്സേജുകൾ റെക്കോർഡ് ചെയ്തിട്ട് ആ മെസ്സേജ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ അനേക കാലങ്ങളായതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് വീണ്ടും നോക്കാം എന്ന് കരുതി. ഇന്ന് ഒരു പ്രത്യേക വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പ് സമാനമായ വിഷയങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഈ കാര്യം ആവർത്തിച്ച് പറയുന്നത് ഒരളവ് വരെ പ്രയോജനം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം സുവിശേഷകന്മാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു പ്രത്യേക വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ, എൻ്റെ ഒരു സ്നേഹിതനാണ്, അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ മാർത്തോമയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട അവിടെ തന്നെ നിന്നാ പോരായിരുന്നു, എന്തിനാണ് ബ്രദറൻ സഭയിൽ വന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് ചോദിക്കാനുണ്ടായ മുഖാന്തരം ആഭരണ ധാരണം എന്ന വിഷയത്തെക്കുറിച്ച് ആ ഗ്രൂപ്പിൽ നടന്നൊരു ചർച്ചയിൽ ഞാൻ എഴുതിയിട്ട ഒരു അഭിപ്രായമാണ്. ഞാൻ അതേക്കുറിച്ച് ഒരു വാക്ക് ആദ്യം തന്നെ ഓർപ്പിക്കുന്നു. നിലവിലുള്ള വേർപാട് വിശ്വാസികൾ ആരെങ്കിലും ആഭരണം ധരിക്കണമെന്നോ ധരിക്കാതെ ഇരിക്കണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫണ്ടമെന്റലായിട്ടുള്ള ഉപദേശ സത്യങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കുകയും അതിനേക്കാൾ വളരെയധികം ഗൗരവമായി നാം ചർച്ച ചെയ്യേണ്ട നിരവധി വിഷയങ്ങൾ ഇന്ന് കാലിക പ്രാധാന്യമുള്ളത് നമ്മുടെ ഇടയിലുണ്ട്. അത് ചർച്ച ചെയ്യുകയും ചെയ്യണം എന്നാണ്. അപ്പോഴാണ് അദ്ദേഹത്തോട് ചോദിച്ചത്, എന്തിനാണ് മാർത്തോമയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട അവിടെ തന്നെ നിന്നാ പോരായിരുന്നോ, എന്തിനാ വേർപാടുകാരോട് വന്നു എന്നുള്ള ചോദ്യം ഉന്നയിച്ചത്. അതിന് ഒരു മറുപടിയാണ് ഞാൻ പൊതു നന്മയ്ക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ ഞാൻ പൈതൃകപരമായി എൻ്റെ പിതാവിന്റെ കുടുംബം മാർത്തോമ പശ്ചാത്തലമുള്ളതും മാതാവിന്റെ കുടുംബം യാക്കോബയ പശ്ചാത്തലം ഉള്ളതുമാണ്. യാക്കോബായ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് എന്റെ അമ്മയെ മാർത്തോമാക്കാരനായിരുന്ന എന്റെ പിതാവിലൂടെ വിവാഹം ചെയ്ത് ഞങ്ങൾ അത് മുതൽ മാർത്തോമാ സഭയുടെ കീഴിൽ അതിന്റെ അംഗത്വമുള്ളവരായിട്ടാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ഏതാണ്ട് എന്റെ 19ാമത്തെ വയസ്സിലാണ് ഞാൻ വേർപാട് വിശ്വാസം സ്വീകരിക്കുന്നത്. അങ്ങനെ വേർപാട് വിശ്വാസം സ്വീകരിക്കുവാൻ മുഖാന്തരമായി തീർന്ന കാരണം എന്ന് പറയുന്നത് ദൈവവചനം വ്യക്തമായി ഞാൻ വായിച്ചു പഠിച്ചു എന്നുള്ളതാണ്. എന്റെ ബാല്യകാലം മുതൽ വേദപുസ്തകം നന്നായി വായിക്കുമായിരുന്നു, പഠിക്കുമായിരുന്നു. 10ാം സ്റ്റാൻഡേർഡ് പഠനം കഴിഞ്ഞ ശേഷം ഞാൻ പല സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സ്ഥലങ്ങളിൽ വേർപെട്ട ദൈവത്തിന്റെയും പെന്തക്കോസ്തുകാരുടെയും ഒക്കെ കൂടിയവരുകൾ മാതാപിതാക്കളോട് പോവുകയും വചനം ആഴമായി കേൾക്കുകയും അത് വേദപുസ്തകത്തിൽ പരിശോധിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ വേദപുസ്തകം ഞാൻ പഠിക്കുവാൻ ഇടയായി. ബൈബിൾ സ്കൂളിലൊക്കെ പോയി പഠിച്ചു എന്ന് പറയുന്നതിനേക്കാൾ വേദപുസ്തകം നേരിട്ട് പല ആവർത്തി വായിച്ച് അതിലെ സത്യങ്ങൾ, നിർമ്മല സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ദൈവത്തിന്റെ വചനം ആർത്തിയോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ബോധ്യമായ ചില കാര്യങ്ങളാണ്. ഞാൻ ആയിരുന്ന മാർത്തോമ സഭാ ബന്ധം ഉപേക്ഷിച്ച് വേർപാട് സഭാവിശ്വാസത്തിലേക്ക് വരുവാൻ കാരണമായത്. അത് അക്കമിട്ടെണ്ണി ചിലത് ഞാൻ പറയുന്നു. ഞാൻ വേദപുസ്തകം വായിക്കുകയും പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകവും ലേഖനങ്ങളിലെ ഉപദേശ സത്യങ്ങളും വായിച്ച് പഠിക്കുകയും മനസ്സിലാക്കി ചെയ്തപ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ മാത്രം കൂട്ടമാണ് സഭ എന്ന ആദ്യത്തെ എന്റെ കണ്ടെത്തൽ. ഞാൻ നിന്ന സഭ എല്ലാ വിശ്വാസികളും രക്ഷിക്കപ്പെട്ടവരല്ല. അവർ ആ സമൂഹത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്, ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ മാത്രം കൂട്ടമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.
രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയത്, രക്ഷിക്കപ്പെട്ട ആളുകളെല്ലാവരും തങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പരസ്യ പ്രഖ്യാപനമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസ സ്നാനം, അതും നിമജ്ജന സ്നാനം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും പെന്തിക്കോസ് നാളിൽ പത്രോസ് പ്രസംഗിച്ച പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട 3000 ആളുകൾ അവര് ആ നിലയിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ചുവെന്നും ഞാൻ മനസ്സിലാക്കി. മൂന്നാമത് ഞാൻ വായിച്ചു വന്നപ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അന്യോന്യമുള്ള കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് കേട്ടു. ഇത് വെച്ച് ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ നിന്ന പശ്ചാത്തലം, അതിന് വേദപുസ്തകപരമായി എന്തെങ്കിലും തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ പോരായ്മകളുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് പിന്നെയും ചില കാര്യങ്ങൾ മനസ്സിലായി. ഒരു സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബിൽഡിംഗ് അല്ല, അല്ലെങ്കിൽ പള്ളിയല്ല, അതിൽ കൂടി വരുന്ന ജീവനുള്ള ആലയമായ വിശുദ്ധന്മാരാണ് എന്നെനിക്ക് ബോധ്യമായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പള്ളികളുടെ എല്ലാം മധുഭക കിഴക്കോട്ടാണ്, ആരാധന കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥന, അതിന് വേദപുസ്തകത്തിൽ ആധാരമില്ല എന്ന് ഞാൻ കണ്ടു. 2, വിശ്വാസികളും പുരോഹിതവർഗവും എന്ന് പറയുന്ന ഒരു ചേരിതിരിവ് പുതിയ നിയമസഭയിൽ, അപ്പോസ്തലിക സഭയിൽ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ നിന്നിരുന്ന കൂട്ടായ്മയിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളതും ഞാൻ തിരിച്ചറിഞ്ഞു. മൂന്നാമത്തെ വിഷയം, ഈ മധുബഹയും പ്രാകാരവും അല്ലെങ്കിൽ സാധാരണ വിശ്വാസികൾ ആരാധനയ്ക്കാൻ നിൽക്കുന്ന സ്ഥലവും പിന്നെ പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്ന മധുബഹയും അത് പഴയ നിയമ ആരാധനയുടെ തനി പകർപ്പാണെന്ന് എനിക്ക് ബോധ്യമായി. എന്നാൽ പുതിയ നിയമ ആരാധനയ്ക്ക് അങ്ങനെ ഇല്ല. 2 or 3 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തെല്ലാം കർത്താവിന്റെ നടുവിലുണ്ട് എന്നതാണ് ദൈവിക വാഗ്ദത്വം എന്നും ഞാൻ മനസ്സിലാക്കി. അടുത്തതായി മറ്റൊന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞങ്ങള് ഉണ്ടായിരുന്ന ആ സഭയിൽ കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ തക്സയുടെ ക്രമീകരണം, ആരാധനയ്ക്കായി മുൻപ് കൂട്ടി എഴുതി വെച്ചിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് പുരോഹിതനും ജനങ്ങളും അവരുടെ റെസ്പെക്റ്റീവായിട്ടുള്ള ഭാഗങ്ങൾ ചൊല്ലുകയോ റീഡ് ചെയ്യുന്നതോ അല്ല ആരാധന. അത് ഹൃദയത്തിന്റെ മാംസഫലയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർന്നു വരുന്ന, ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്തുതി സ്തോത്ര യാഗങ്ങളാണ് ആരാധന എന്ന് ഞാൻ മനസ്സിലാക്കി. അതുപോലെ ഇൻഡിവിജ്വൽ സോൾ ലിബർട്ടി, ആരാധനയിൽ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ ആത്മസ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ആ ആത്മസ്വാതന്ത്ര്യം കൊണ്ട് ഒരു പാട്ട് ചൂസ് ചെയ്യാനോ, എഴുന്നേറ്റ് 2 വാക്ക് സ്തോത്രം ചെയ്യാനോ, കർത്താവിന്റെ കർത്താവിനെക്കുറിച്ച് വാചകങ്ങൾ പറയാനോ, അങ്ങനെയുള്ള വ്യക്തിഗതമാകുന്ന സ്വാതന്ത്ര്യം പുതിയ നിയമസഭയ്ക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പല നിലയിലും പല കൂടിവരവുകളും ഞാൻ തേടി. അതിലാദ്യമായി ഞാൻ ഏറെ കൺവെൻഷനുകൾക്കും മീറ്റിങ്ങുകൾക്കൊക്കെ പോയി സംബന്ധിച്ചിട്ടുള്ള കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലെ ചില യോഗങ്ങൾക്ക് പോയി നോക്കി. എനിക്ക് അവിടുത്തെ എല്ലാ രീതികളും അത്രത്തോളം സ്വീകാര്യം എന്ന് തോന്നിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ വീടിന്റെ സമീപത്തുള്ള ഒരു പഴയ കാല സഭ, സൈമൺ സാറിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സഭ, അവിടെ ആ നാളുകൾ വരെയും പുറത്തുനിന്ന് ആ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ അവര് ബയോളജിക്കലായി അവര് വംശവർദ്ധനവ് സംഭവിച്ചല്ലാതെ ആരും പുതുതായി ആ സഭയോട് ചേർക്കപ്പെടുന്നില്ല. നിശബ്ദമായി ആ സഭയോട് ഞാൻ ചേർന്ന് വരികയും അവിടുത്തെ ആരാധനാ രീതികൾ വീക്ഷിക്കുകയും ചെയ്തു. വീക്ഷിച്ചപ്പോൾ പുതിയ നിയമ ആരാധനയുടെ മഹത്വം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട നിലയിലാണ്, അല്ലാതെ ഒരു പൗരോഹിത്യ പിന്തുടർച്ചയിലല്ല, കിഴക്കോട് തിരിഞ്ഞുള്ള പ്രാർത്ഥനയല്ല, പിന്നെ വിശ്വാസികളും ഐമേനികളും പുരോഹിത വർഗവും എന്നുള്ള ചേരിതിരിവില്ല, പരസ്പരമുള്ള കൂട്ടായ്മ ബന്ധം, സ്നേഹം, സാഹോദര്യം ഇത്യാദി വിഷയങ്ങളാണ്. വചനം പങ്കിടുവാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ എനിക്ക് നൽകിയ ആത്മപ്രേരണ അനുസരിച്ചാണ് ഞാൻ മാർത്തോമ സഭയിൽ നിന്നും വേർപാട് വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം അനുസരിച്ച് കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട്
ചേർക്കുന്നു എന്നുള്ള പ്രവൃത്തികളുടെ പുസ്തകം 2:47 തന്റെ ശരീരമായ മാർമിക സഭയെക്കുറിച്ചാണെന്നും അതാണ് മണവാട്ടി സഭയെന്നും അതിൽ അംഗമാകാനുള്ള ഏക റിക്വയർമെന്റ് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്നുള്ളതാണെന്നും ഞാൻ മനസ്സിലാക്കി. അടുത്തതായി ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ അവർ വിശുദ്ധ ജീവിതം നയിക്കേണ്ടവരാണ് എന്നുള്ളത് മനസ്സിലായി. അവര് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ കഴിവതും അകപ്പെടാതെ തങ്ങളെ തന്നെ വിശുദ്ധിയിലും ദൈവ കൃപയിലും തങ്ങളെ താൻ സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാകുന്നു എന്നുള്ള ഉത്തമ ബോധ്യം പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നു. അങ്ങനെ തന്നതുകൊണ്ടാണ് ഞാൻ വാസ്തവത്തില് മാർത്തോമ സഭാബന്ധത്തിൽ നിന്ന് വേർപെട്ട വിശ്വാസത്തിലേക്ക് വരുവാൻ കാരണമായി തീർന്നത്. ഇവിടെ വന്ന ശേഷം ഒരുപാട് കാര്യങ്ങളിൽ വചന വ്യവസ്ഥതയിൽ നിന്ന് വ്യതിചലിച്ചുള്ള പല സംവിധാനങ്ങളും ഈ കഴിഞ്ഞ 2-3 ഡിക്കേഡുകളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ചൊന്നും ഇവിടെ കൂടുതൽ ആരും ചർച്ച ചെയ്യാറില്ല. വല്ലപ്പോഴൊക്കെ ചർച്ച ചെയ്താൽ ഇതൊക്കെ ഞാൻ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സഭയുടെ പരിപാലനം സംബന്ധിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാത്രം അധ്യക്ഷന്മാരാക്കി വെച്ച മൂപ്പന്മാരാൽ അത് ചെയ്യപ്പെടേണ്ടതും ആ മൂപ്പന്മാരെ സഭ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണണം എന്നും സുവിശേഷ വേലക്കാർ അവർ കർത്താവിന്റെ വേലയിൽ ഉത്സുകരായി ദൈവരാജ്യത്തിന്റെ പ്രഘോഷത്തിൽ സുവിശേഷം അറിയിക്കുന്ന ശുശ്രൂഷയിൽ വ്യാപൃതരാകണമെന്നും ഒക്കെയുള്ള വചന സത്യങ്ങൾ കൃത്യമായി ഞാൻ പഠിച്ചു. നല്ലൊരു കാര്യം ഞാൻ പറയാം. എന്നോടൊരു സഹോദരൻ ചോദിച്ചു, ഈ വേർപാടിന്റെ ബാഹ്യമായ അടയാളം ആഭരണം ധരിക്കാതിരിക്കുന്നതാണ് എന്ന് 1-2 പേര് എന്നോട് പറഞ്ഞു. എന്നാൽ ബാഹ്യമായ ഏതെങ്കിലും ഒരു അടയാളം വേർപാട് സഭകൾക്ക് ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. മുൻകാലങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആഭരണധാരണം എന്ന് പറയുന്നത് വേർപാട് സഭകൾ ആദ്യം മുതലേ അത് വേണ്ട എന്ന് കണ്ട് നല്ലൊരു മാതൃകയായി സ്വീകരിച്ച ഒന്നായിരുന്നു. ഒരു കാലഘട്ടത്തിൽ വേർപാട് സഭകളുടെ ആദ്യകാല പിതാക്കന്മാരിൽ ഒരുവനായിരുന്ന വിദ്വാൻകുട്ടി, അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ ആഭരണ വർജനം ആരംഭിച്ചത്. അദ്ദേഹം ഒടുവിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന് തന്റെ ആത്മീക ആവേശം കൊണ്ട് ചില തീയതികൾ തീരുമാനിക്കുകയും അത് പ്രസിദ്ധമാക്കുകയും സഭ ഒന്നിച്ച് കർത്താവിന് വരുന്നുണ്ടി കാത്തിരിക്കുകയും കർത്താവ് വരാതിരിക്കുകയും ചെയ്തു എന്ന് കണ്ടപ്പോൾ തന്റെ പ്രസ്ഥാനം അത് പൊളിഞ്ഞു പോവുകയും പിന്നെ അത് യൂയോ മതം എന്ന പേരിലായി തരികയും ചെയ്തു. ഇന്ന് കേരളത്തില് 200 താഴെ വിശ്വാസികൾ മാത്രമേ ആ മതത്തിനുള്ളൂ. അവരെവിടെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് തന്നെ തപ്പിപ്പിറക്കി നോക്കിയാൽ കാണാൻ സാധിക്കുകയില്ല. അതിനുശേഷം സൈമൺ സാറിന്റെ കാലത്താണ് വിയോജിത പ്രസ്ഥാനം, സൈമൺ സാറിന്റെ വിയോജിത പ്രസ്ഥാനവും നോയൽ സാഹിബിന്റെ വേർപാട് പ്രസ്ഥാനവും കൂടെ പരസ്പരം യോജിച്ച് അന്നത്തെ ലോകത്തിന്റെ മുമ്പാകെ മറ്റുള്ള ആളുകളിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തരാണ് എന്ന് തങ്ങളെ തന്നെ കാണിക്കത്തക്കവണ്ണം അവര് ഈ ആർഭാടങ്ങളില്ലാത്ത വലിയ അലങ്കാരങ്ങളില്ലാത്ത ഭൗതികമായിരിക്കുന്ന ഈ പറയപ്പെട്ട സംവിധാനങ്ങളില്ലാത്ത ഒരു ജീവിതശൈലി അവര് കൈക്കൊണ്ടു. അന്ന് നമ്മളെ പഠിപ്പിച്ച പിതാക്കന്മാര് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ അനുവർത്തിക്കേണ്ട നല്ല മാതൃക എന്ന് പറഞ്ഞാണ് ആ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് നല്ല കാര്യമാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും നിങ്ങൾ ആഭരണം ധരിക്കണം എന്ന് പറയാറില്ല. എന്നാൽ ഒരു കാര്യത്തിൽ എനിക്ക് അല്പമായ വ്യക്തിപരമായി എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഇതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. രക്ഷിക്കപ്പെട്ട ഒരാളെ വിശ്വാസസ്നാനം നൽകുന്നതിന് മുമ്പ് ആ വിശ്വാസ സ്നാനത്തിനായി ഒരുക്കപ്പെടുന്ന വ്യക്തി തന്റെ ആഭരണങ്ങളെല്ലാം ഊരി വെച്ച ശേഷം മാത്രമേ സ്നാനപ്പെടാവൂ എന്ന് ശഠിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ അതിനൊരു ദൃഷ്ടാന്തവും നില പറഞ്ഞു. എന്റെ മാതാവ് ഞങ്ങൾ കുറച്ച് വസ്തുക്കളൊക്കെ ഉള്ളവരാണെങ്കിലും പേർഷ്യക്കാരോ അമേരിക്കക്കാരോ ഒന്നും അല്ലായിരുന്നതുകൊണ്ട് സാമ്പത്തികമായി അങ്ങനെ ഒരു പുരോഗമനം ഇല്ലാത്തൊരു കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ചു വെച്ചു വന്നത്. മാതാപിതാക്കൾ കർഷകരായിരുന്നു. ഭൂമിയോട് മൃഗയുദ്ധം ചെയ്ത് എട്ടറാത്ത് കൂന്താലി കൊണ്ട് എന്റെ അപ്പന്റെ കൂടെ അമ്മയും കിളച്ചാണ് ഞങ്ങളെ 6 മക്കളെയും വളർത്തിയത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ വലിയ സുഖലോലുപ സൗകര്യങ്ങളൊന്നും മാതാപിതാക്കൾ അനുഭവിച്ചിട്ടില്ല. അവർ ജീവിക്കുകയും മരിക്കുകയും ചെയ്ത സമയത്തും തനി കർഷകരും കാർഷിക വൃത്തിയുടെ അമിതഭാരം ശരീരത്തിൽ വഹിച്ചവരുമായിരുന്നു എന്ന് അവരെ കണ്ടാൽ ആർക്കും മനസ്സിലാക്കുവാൻ സാധ്യമായിരുന്നു. അങ്ങനെ എന്റെ അമ്മ 1979 ഒടുവില് 80 ഞാൻ കൈക്കൊണ്ട എന്റെ വേർപെട്ട വിശ്വാസപ്രകാരം
ഞാൻ അവരോട് വേർപെട്ട വിശ്വാസത്തിലേക്ക് വരുന്നതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് സവിസ്തരം സംസാരിക്കുകയും എന്റെ മാതാപിതാക്കള് അവര് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അവരെ വിശ്വാസസ്നാനം സ്വീകരിച്ച് എന്നോടുകൂടെ വേർപെട്ട ദൈവത്തിലുള്ള കൂട്ടായ്മയിൽ വരുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ആഗ്രഹിച്ചു വന്നപ്പോൾ അവർ സ്നാനപ്പെട്ടത് നമ്മുടെ ഇപ്പോൾ പൂവത്തൂറുള്ള റഹോബോത്ത് ബ്രദർ അസംബ്ലിയുടെ ചുമതലയിൽ അവിടെ വെച്ചാണ് അവർ സ്നാനപ്പെട്ടത്. അങ്ങനെ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ സമീപ സ്ഥലത്തുള്ള ഞങ്ങളുടെ സ്ഥലസഭയിലെ ഒരു മൂപ്പൻ അദ്ദേഹം എന്റെ അമ്മയെ വിളിച്ച് ഏകദേശം ഒരു 2 മണിക്കൂർ നേരത്തെ ഒരു ഇന്റർവ്യൂവും കൗൺസിലിംഗും നൽകി. ആ ഇന്റർവ്യൂ ഇങ്ങനെയായിരുന്നു. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, അപ്പൊ അന്നത്തെ കാലത്ത് കാൽ പണവട സ്വർണത്തിന്മേൽ ഒരു നീലക്കല്ല് പതിച്ച വളരെ സൂക്ഷ്മമായി മാത്രം നോക്കിയാൽ കാതിൽ ഉണ്ട് എന്ന് ഒരാൾക്ക് കാണാൻ കഴിയുന്ന ഒരു ചെറിയ കമ്മൽ എന്റെ അമ്മയുടെ കാതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാന്യദേവൻ പറഞ്ഞു, ഈ കമ്മല് സ്നാനപ്പെടുന്നതിന് മുമ്പ് നിർബന്ധമായും ഊരിയിരിക്കണം. അപ്പൊ ഏതായാലും ആദ്യം അമ്മയ്ക്ക് അതിന് മടിയുണ്ടായിരുന്നെങ്കിലും, കാര്യം കാത് കിഴിഞ്ഞ് തുള കിടക്കുമല്ലോ എന്നുള്ള മടിയുണ്ടായിരുന്നെങ്കിലും ഒരു പ്രായമുള്ള പിതാവ്, പ്രത്യേകിച്ച് ഒരു സഭയുടെ എല്ലർ എന്ന ആള് നിർദ്ദേശമാണല്ലോ എന്ന് വെച്ച് അതിന് ഒരു അനുസരണക്കേട് കാണിക്കേണ്ട എന്നുള്ള നിലയിൽ അമ്മ സ്വമനസാലെ ആ കാൽ പണവട, അത് ഒരു പണവട എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമിന്റെ ഒക്കെ വളരെ കുറവായിരിക്കണം, ഉള്ള ആ നീലക്കല്ല് പതിച്ച കമ്മല് ഊരി ആണ് എന്റെ അമ്മ സ്നാനപ്പെടുകയും പിതാവ് സ്നാനപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ സ്നാന ശുശ്രൂഷ കഴിഞ്ഞ ശേഷം, ഇത് ഞാൻ തുറന്നു പറയുമ്പോൾ എന്നെ ആക്രമിക്കാൻ ആരും വരരുത്, ഈ വേർപാടിന്റെ ബാഹ്യമായ അടയാളം ആഭരണം ഊരുന്നത് മാത്രമാണെന്ന് ശടിക്കുന്ന ആളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ അങ്ങനെ ചെയ്ത ശേഷം ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ അമ്മയെ കൊണ്ട് നിർബന്ധിച്ച് ഈ കാതിലെ കമ്മല് ഊരിച്ച ആ പിതാവിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് മകനും മരുമകളും ഒരു കുഞ്ഞുമായി എത്തിയപ്പോൾ കുഞ്ഞിന്റെ കയ്യിലും മരുമകളുടെ കയ്യിലും മകന്റെ കയ്യിലും സ്വർണ്ണ മോതിരം ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അന്നും ഈ ന്യായം ചോദിക്കുന്നയാളാണ്. ഈ ന്യായാന്യായങ്ങൾ ചോദിക്കുന്നു എന്നുള്ള ഇപ്പൊ എന്നെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു അപഖ്യാതിയല്ല ഉള്ള കാര്യമാണ്. പൊതു ശുശ്രൂഷകളിൽ ഉൾപ്പെടുത്താത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. അതായത് ഞാൻ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ആളാണെന്നുള്ള ഒരു ധാരണ പല ആൾക്കാരും പലരും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹൃദയത്തിൽ അടക്കി വെച്ചിട്ട് കപടഭക്തി കാണിക്കുന്നതിനേക്കാൾ മുഖത്ത് നോക്കി നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ഹൃദയം ശുദ്ധമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിലെ കുഷ്ഠരോഗിയുടെ ശരീരത്തിന്മേൽ രോമകോപങ്ങൾ കുഴിഞ്ഞും അതുപോലെ രോമങ്ങൾ അത് ചുവന്ന് തുടുത്തും ഇരിക്കുന്നതായി പുരോഹിതൻ പരിശോധന കണ്ടു കഴിഞ്ഞാൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണമെന്നും അവനെ പാളയത്തിന് പുറത്ത് 7 ദിവസം അത് അടച്ചിടണമെന്നും 7 ദിവസം കഴിഞ്ഞ ശേഷം പുരോഹിതൻ അവരെ എക്സാം ചെയ്തിട്ട് അവന്റെ രോമകോപങ്ങളുടെ അളിയിൽ കൂടി ശരീരത്തിലുള്ള മുഴുവൻ കുഷ്ഠവും വ്രണങ്ങളായി അത് പുറത്ത് വമിച്ചു ആയി കണ്ടാൽ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞത് ആദ്യകാലങ്ങളിൽ എനിക്ക് മനസ്സിലായില്ല. പിന്നീട് എനിക്കത് മനസ്സിലായി. അതായത് കുഷ്ഠരോഗ ലക്ഷണം ഉണ്ടായിരുന്ന സമയത്ത് ബാഹ്യമായി വളരെ കുറച്ച് മാത്രമേ അത് പുറത്തു വന്നിരുന്നുള്ളൂ. അപ്പോൾ കുഷ്ഠം അകത്തായിരുന്നു. എന്നാൽ അതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അകം ശുദ്ധമാകുകയും പുറം അശുദ്ധമാകുകയും ചെയ്തു. അകത്തെ ശുദ്ധത കണ്ടിട്ടാണ് അവനെ വിശുദ്ധനായി പ്രഖ്യാപിക്കണം എന്ന് മഹാപുരോഹിതൻ അവിടെ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ തുറന്ന കാര്യങ്ങളെ മുഖത്ത് നോക്കി പറയുന്നതാണ് മറഞ്ഞ സ്നേഹത്തെക്കാൾ നല്ലതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബാല്യത്തിൽ എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ആ ശൈലി ഞാൻ ഈ ആത്മീയ ലോകത്ത് ഉപയോഗിച്ചത് എനിക്ക് വലിയ നഷ്ടത്തിനും കഷ്ടങ്ങൾക്കും കാരണമായി ഭവിച്ചു. ഇന്നും അതിൽ തന്നെ തുടരുന്നുണ്ട്. ഒരു തെല്ലും സങ്കോചമില്ല, കാരണം കർത്താവിന് വേണ്ടിയാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ എന്ത് ചെയ്തു? അന്നത്തെ ആ മൂപ്പനോട് ചോദിച്ചു, എന്റെ അമ്മയുടെ കാതിൽ സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാൽ കാണുന്ന ഒരു കമ്മലുണ്ടായിരുന്നത് ഊരിച്ചിട്ടാണല്ലോ ശാനപ്പെടുത്തിയത്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ കണ്ടല്ലോ ചോദിച്ചപ്പോൾ എന്നോട് 20 വയസ്സ് പ്രായമുള്ള എന്നോട് ആ മാന്യദേവൻ പറഞ്ഞത്, നീ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കൊടുത്ത തകരയല്ലേ, ഞങ്ങളോട് ചോദ്യം ചോദിക്കുകയാണോ എന്ന് ചോദിച്ചു. ഒരേ സഭയിൽ 2 വിശ്വാസികൾക്ക് 2 മാനദണ്ഡങ്ങൾ ഒരു വിഷയത്തിൽ. എനിക്കത് അസഹനീയമായി തോന്നി. അത് ആ നിലപാടാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഞാൻ കാണുന്നത്. കുറെ പേര് ധരിക്കുന്നു, കുറെ പേര് ധരിക്കുന്നില്ല. കുറെ പേർക്ക് ധരിക്കാം, കുറെ പേർക്ക് ധരിക്കേണ്ട. കുറെ പേര് വേർപാട് ലക്ഷണമായി അത് പറയുന്നു, കുറെ പേർ അല്ലെന്ന് പറയുന്നു.
ഞാൻ മനസ്സിലാക്കുന്നത് വേർപാടിന്റെ ആത്യന്തികമായ അടയാളം അന്തർഭാഗത്തെ ജീവിത വിശുദ്ധിയാണ്. ഹൃദയത്തിന്റെ അന്തർഭാഗത്തും ജീവിതത്തിനും രഹസ്യമണ്ഡലങ്ങളിലും വിശുദ്ധരാകുന്ന ആളുകൾ അവരുടെ പരസ്യ ജീവിതത്തിലും വിശുദ്ധരായി തന്നെ സൂക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് 51 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുമ്പോൾ, അന്തരംഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിച്ചത്, അന്തരംഗത്തിൽ എന്നെ ഞാനും ഗ്രഹിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഹൃദയാന്തർഭാഗം വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവ് എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുന്നു. അപ്പൊ അത് ഒരു വിഷയമാണ്. പിന്നെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എന്റെ ആത്മീയ ഗുരുക്കന്മാരിൽ ഒരാളാണ് നിത്യതയിൽ വിശ്രമിക്കുന്ന എം സക്കരാജായൻ അവറുകൾ. ഞങ്ങൾ ഇപ്പോഴത്തെ ചിങ്ങമനത്തുള്ള നമ്മുടെ സഭയുടെ ആദ്യകാല സ്ഥാപക വിശ്വാസികളിൽ ഒരാളായിരുന്ന കുറിച്ചിലെ മത്തായി സാർ, അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാനായ എം സക്കരാജ് സാറിന്റെ വൈഫിന്റെ ജ്യേഷ്ഠത്തിന്റെ മകളെയാണ്. കുറിച്ചിയിൽ വെച്ചാണ് അവരുടെ സ്നാനം നടക്കുന്നത്. അന്ന് ഞാൻ കോട്ടയത്ത് ശ്രീമാൻ കുഞ്ഞുമോൻ ചാക്കോ തുടങ്ങിയ ഇന്ത്യ ബൈബിൾ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ഒരാളെ പഠിക്കുന്ന കാലഘട്ടമാണ്. ആ പ്രിയപ്പെട്ട സഹോദരി നല്ല സൗന്ദര്യമുള്ള ഒരു സഹോദരിയായിരുന്നു. രണ്ട് കൈയിലും കൈയുടെ ഈ ഇവിടെ റിസ്റ്റ് മുതൽ മേലോട്ട് സ്വർണവളകളും കഴുത്തിൽ ലോക്കറ്റോട് കൂടിയ ആഭരണവും ഉണ്ടായിരുന്നു. ആ സഹോദരിയെ സ്നാനപ്പെടുത്തിയത് കർത്താവിന്റെ വലിയദാസൻ എം സക്കറിയ അവരുകളാണ്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇന്നും എന്റെ ഓർമ്മയിൽ അത് മണിനാഥം പോലെ മുഴങ്ങുന്നു. അപ്പൊ ചില ആൾ ചോദിച്ചു, ഈ ആഭരണങ്ങൾ മാറ്റണ്ടേ? അന്ന് കറിയാച്ചാൻ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: പിന്നെ ആഭരണം നിർബന്ധിച്ച് നമ്മൾ ഊരിയാൽ ആഭരണം അവളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആഭരണം വിട്ട് സ്നാനപ്പെടുന്നതിന് യാതൊരു തടസ്സമില്ല. അവൾ സ്നാനപ്പെട്ട ശേഷം ദൈവജനത്തോടുള്ള കൂടിവരവിൽ മുൻപോട്ട് പോകുമ്പോൾ മറ്റുള്ള ആളുകൾ ഇത് ധരിക്കാതിരിക്കുന്നത് കണ്ട് താൻ മാത്രം ഇത് സഭാവുകളിൽ ധരിക്കുന്നതായി ബോധ്യപ്പെടുമ്പോൾ ആരും നിർബന്ധിക്കാതെ അത് ഊരിക്കൊള്ളും എന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസൻ എം സക്കറിയ അവരുകളാണ് പുള്ളിക്കാരിയെ സ്നാനപ്പെടുന്നത്. ഞങ്ങൾ ബൈബിൾ സ്കൂളിലെ പിള്ളേരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങളെല്ലാം സാക്ഷികളുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ നടത്തിയ പിതാക്കന്മാര് ഈ വക കാര്യങ്ങൾ അവരുടെ നിലപാടുകൾ. അപ്പൊ ഒരാള് ഇന്നത് ഊരിയ ശേഷം മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ സ്നാനപ്പെടുത്താവൂ എന്ന് പറഞ്ഞ വചനമൊന്നും ഞാൻ ബൈബിൾ കണ്ടിട്ടില്ല. എന്നാല് രക്ഷിക്കപ്പെട്ട വിശ്വാസികളായ ആളുകൾ അവരെ വേഷഭൂഷാദികൾ, ആഭരണങ്ങൾ ഇത്യാദി കാര്യങ്ങളൊന്നും വാസ്തവത്തില് ലൗകികതയുടെ അലങ്കാരമായി സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതിന്റെ പേരിൽ അത് ഉപേക്ഷിച്ചാൽ നല്ല മാതൃകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളാരും സ്വർണം ധരിക്കാറില്ല, ഞങ്ങളുടെ മക്കൾ ധരിക്കാറില്ല, അവർ ധരിക്കണമെന്ന് ഉപദേശിക്കാറില്ല, അവരാരും ധരിക്കുകയും ഇല്ല. മറ്റാരെങ്കിലും ധരിക്കണമെന്ന് ഞാൻ ആരോടും പറയാറുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ വേർപെട്ട ഉപദേശത്തിന് വാസ്തവത്തിൽ എല്ലാ കാലത്തും ഉറച്ചു നിന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഇന്നും എന്റെ നിലപാട് വേർപെട്ട വിശ്വാസം വേണ്ടിയാണ്. അത് വേർപാട് സഭകളുടെയില് ഇന്ന് പ്രായോഗിക തലത്തിൽ ഏതെങ്കിലും അതിലുള്ള അനിശ്ചിതത്വങ്ങൾ അവിടെ ഇവിടെയായ ചില സ്ഥലങ്ങൾ ഉണ്ടെന്ന് വന്നാലും എന്റെ ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും ഒരിക്കലും ഒരു തെറ്റു പറ്റുകയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാ ഉപദേശ വിഷയങ്ങളിലും ദൈവത്തോടും ദൈവത്തോടും പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു എളിയ സഹോദരനാണ്. ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നത്. ഒറ്റപ്പെട്ട ജീവിതാനുഭവങ്ങളുടെ കൈപ്പേറിയ അനുഭവത്തിൽ കൂടിയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ചില ഉപദേശ വിഷയങ്ങളിലെ ലംഘനങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറയുകയും ആ മനോഭാവം നിലനിർത്തുകയും ചെയ്തുകൊണ്ട് എന്നെ ചില ഒറ്റപ്പെടുത്തിയാണ്. അത് മധുരമായി ഞാൻ കാണുന്നു, അത് മനസ്സിലാക്കുന്നു. അല്ലാതെ എനിക്ക് അങ്ങനെ ആരോടും പ്രത്യേകിച്ച് വിരോധവും പ്രയാസവും ഒന്നും ഇല്ല. അപ്പൊ ഞാൻ മാർത്തോമായിൽ നിന്ന് വേർപാടി വന്നത് വേർപാട് സഭകളിലുള്ള വിശ്വാസികൾ ആരും ആഭരണം ധരിക്കുന്നവരല്ല, അതുകൊണ്ട് അവരോട് കൂടിയേക്കാം എന്ന് വിചാരിച്ച് വന്നതല്ല. വേർപെട്ട വിശ്വാസികൾ മുറുകെ പിടിക്കുന്ന ഉപദേശ രീതികൾ പുതിയ നിയമസഭയുടെ ഉപദേശ രീതിയും അത് അപ്പോസ്തോലിക ശ്ലൈഹിക ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്നതും ആകുന്നതുകൊണ്ടും വചനത്തോട് പണ്ട് തിരുവട്ടാ കൃഷ്ണൻകുട്ടി അവർ പറഞ്ഞ പോലെ ഏതാണ്ട് മാക്സിമം കൂറു പുലർത്തുന്ന വിശ്വാസ രീതി ആയതുകൊണ്ടും ആ സത്യം പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുമാണ് ഞാൻ എന്റെ മാർത്തോമ വിശ്വാസം ഉപേക്ഷിച്ച് ഈ വേർപാട് സഭാവിശ്വാസത്തിലേക്ക് വന്നത്. രണ്ടാമതൊരു കാര്യം പറയാം, എന്നെ ഒരു മനുഷ്യൻ പോലും ഈ ബ്രദർ സഭയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. നീ മാർത്തോമ സഭ വിട്ട് ഞങ്ങളുടെ സഭയിലേക്ക് വരാമെങ്കിൽ നിന്നെ ഞങ്ങൾ അമേരിക്കയെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ അയക്കാം, ഗൾഫ് രാജ്യങ്ങളിലെ സഭകളിൽ ശുശ്രൂഷ തരാം, വീട് വെച്ച് തരാം, മറ്റ് സാങ്കേതിക സൗകര്യങ്ങൾ തരാം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല.
എന്നെ ആരും വിളിച്ചിട്ടില്ല. എന്നെ ആരും ക്ഷണിക്കാതെ പരിശുദ്ധാത്മാവ് തന്ന ക്ഷണം സ്വീകരിച്ച് ഞാൻ അങ്ങോട്ട് എന്നാണ്, ഞാൻ അങ്ങോട്ട് വേർപെട്ട ദൈവത്തിന്റെ കൂട്ടായ്മ സ്വീകരിച്ചാണ് നിൽക്കുന്നത്. ഇന്നും ഞാൻ ആരോടും പേഴ്സണലി ഒരു അപ്രോച്ചിനും പോകുന്ന ഒരാളല്ല. അത് എന്നെ അറിയാവുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ ചിലർക്ക് ചിന്തിക്കുന്നത് നെഗളം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ പറയുന്നത് അല്ല. വ്യക്തിഗത ആവശ്യങ്ങളെ സംബന്ധിച്ച് ആരോടും അങ്ങനെ പറയാറില്ല. മിനിസ്ട്രിയെ സംബന്ധിച്ച് അങ്കുലീപരിമിതമായ ആളുകളോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരെ ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടാവാം. അല്ല, എന്റെ വ്യക്തിഗതമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആരോടും ലിങ്കർ റൗണ്ട് ചെയ്ത് പ്രവർത്തിക്കാനല്ല ഞാൻ ചോദിക്കാറില്ല. ധനാഗമ മാർഗത്തിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കേണ്ട ആവശ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഈ ന്യായവിരുദ്ധമായ നിലയിൽ സുവിശേഷത്തിന്റെ പേരിൽ ധനം ഉണ്ടാക്കിയിട്ടുള്ള ആരും അവരുടെ തലമുറകൾ അങ്ങനെയുള്ള പണങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളതാണ് ഞാൻ ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ വൻധനവും അതിലൂടെ കഷ്ടതയുള്ളതിനേക്കാൾ കർത്താവിനോടുകൂടെയുള്ളത് അല്പം ഏറ്റവും ഉത്തമമാണെന്നും അവസാനത്തോളം യഹോഭക്തിയോടെ ഇരിക്കുക ഒരു നന്മ ഉണ്ടാകുന്നത് നിശ്ചയമെന്നും ദൈവവചനം വിശ്വസിക്കുന്ന ഞാൻ അങ്ങനെ കുടുംബമായി കർത്താവ് തന്ന കഷ്ടനഷ്ടങ്ങളിലും പരിശോധനയിൽ കൂടി ഉപദേശത്തിലൊരു കലർപ്പും വരുത്താതെ ജീവിതത്തിൽ മാലിന്യം ഭവിക്കാൻ മാക്സിമം അവസരം ഉണ്ടാവാതെ ഒറ്റപ്പെട്ടവനായിട്ടാണെങ്കിലും കർത്താവിന്റെ വേലയിൽ ഉത്സുകനായി ഇന്നും നിൽക്കുന്നു. പിന്നെ ഞാന് ഈ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യത്തെ ഞാന് അതിന്റെ ഒരു മുറി ഭാഗം മാത്രം നമ്മൾ എംഫസൈസ് ചെയ്ത് പറയും, ബാക്കി ഭാഗത്തെക്കുറിച്ച് മൗനം അവലംബിക്കുകയും ചെയ്യുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങളുടെ അലങ്കാരം പൊന്നണിയുന്നതും തലമുടി പിന്നുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആഭരണം മാത്രം നമുക്കൊരു കേന്ദ്ര വിഷയമായി വർജനമായി സ്വീകരിക്കുകയും പിന്നെ തലമുടിയെയും തലയെയും സംബന്ധിച്ച് അത് തലമുടി നീട്ടുന്നത്, ചുരുട്ടുന്നത്, ചെമ്പിപ്പിക്കുന്നത്, ചെതറിയിടുന്നത്, ബേബി കട്ട്, ബോബ് കട്ട് ചെയ്യുന്നത്, കഴുത്തിന് മൊളി വെച്ച് മുറിക്കുന്നത്, പറ്റ മുറിക്കുന്നത്, ബോബ് ചെയ്യുന്നത്, പിന്നെ വില കൂടിയ വസ്തു പറഞ്ഞാൽ ഏറ്റവും വിലയുള്ള 50,000-ന്റെയും 1,00,000-ന്റെയും വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അതേക്കുറിച്ചൊന്നും ഒരു അക്ഷരവും മിണ്ടാതെ ആഭരണം 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 എന്ന് പറഞ്ഞു രാപകൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് സ്വീകാര്യമായ ഒരു വിഷയമല്ല. ഞാനത് പറഞ്ഞപ്പോൾ എന്നോട് ആൾക്കാർ തെറ്റിദ്ധരിച്ചു ഞാൻ ആഭരണത്തെ അനുകൂലിക്കുന്നു. ഞാൻ എവിടെ അനുകൂലിച്ചു? നിങ്ങൾ എവിടെയെങ്കിലും എന്റെ ഏതെങ്കിലും മെസ്സേജിനകത്ത് ഇവിടുത്തെ വേർപാട് വിശ്വാസികൾ ആഭരണം ധരിക്കണമെന്ന് ഞാൻ ആരോടെങ്കിലും ഉപദേശിച്ചായിട്ട് ഒരു വാചകമെങ്കിലും ഉണ്ട്? വെറുതെ എന്തിന് ആരോപണങ്ങൾ പറയുന്നു? ഒരുപാട് ആരോപണ ശരങ്ങളേറ്റ് അത്യന്തം മുറിവേറ്റപ്പെട്ട ഒരു ശരീരവും മനസ്സുമാണ്. ഇനിയും ഞാൻ അതിന് തയ്യാറല്ല. ഞാൻ ഒരു വേർപാട് ഞാൻ മനസ്സിലാക്കുന്നതോളം നമുക്കൊരു സമൂഹം എന്ന നിലയിൽ പലപ്പോഴും പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഈ യൂണിഫോമിറ്റി ഈസ് നോട്ട് യൂണിറ്റി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരും ഒരേ വെള്ള വസ്ത്രവും കറുത്ത പാൻസ് വിട്ടാൽ ഭക്തരാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാവരും ഒരേ മാതൃക പിൻപറ്റിയാൽ അവര് ആത്മീയരാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് വേർപാട്, വിശുദ്ധി ഇത് വ്യക്തിഗതമാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല. യോശുവയുടെ പുസ്തകം 24:15 കനാൻ ദേശം കൊണ്ടെത്തിച്ച ഇസ്രായേൽ മക്കൾക്ക് ദേശം വിഭാഗിച്ചു കൊടുത്ത ശേഷം യോശുവ ജനത്തോട് പറഞ്ഞ പ്രഖ്യാപനം ശ്രദ്ധിക്കണം. നിങ്ങൾ 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ അമ്മോന്യർ, മോവാബിയർ, മെയോന്യർ, ഫെലിസ്തീയർ ഇങ്ങനെ തുടങ്ങി നിരവധി ജനസമൂഹങ്ങളെയും അവരുടെ ദേവീ ദേവന്മാരെയും അവരുടെ ആരാധനയുടെ അരാജ്യത്വത്തെ നിങ്ങൾ കണ്ടവരാണ്. അവരിൽ ഇന്നേ ദിവസം ജീവനും മരണവും ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു. ഏത് തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മോവാബിയ ദേവന്മാരെ ആരാധിക്കാം, അതല്ലെങ്കിൽ അമ്മോന്യരുടെ ദേവന്റെ പുറകെ പോകാം. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആത്മീയതും വേർപാട്, വിശുദ്ധി ഇത് ഒരുവന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ധർമ്മമാണെന്നും വ്യക്തിപരമായ ജീവിതത്തിന്റെ കടപ്പാടാണെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ കാര്യത്തിലും എന്റെ ഭാര്യയുടെ കാര്യവും അല്ലാതെ എനിക്ക് വേറെ ആരുടെയും കാര്യങ്ങൾ ഈ വക കാര്യങ്ങൾ ഒരു ഗ്യാരണ്ടിയും പറയാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ മാർത്തോമ സഭ വിട്ടുപോകുന്നത് ബ്രദറൻ സഭ സ്വർണം ഉപയോഗിക്കാത്ത സഭയായതുകൊണ്ട് അവിടെ ചേർന്ന് പോകാം, അല്ലെങ്കിൽ അവരോട് ചേർന്നാൽ കുറച്ച് പണവും പൈസയും ഒക്കെ കിട്ടും എന്നുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ല. ജീവിതത്തിന്റെ മെയിൻ സ്ട്രീം രംഗങ്ങളിൽ ഞാൻ തഴയപ്പെടുകയും എന്നെ തിരിഞ്ഞുപോലും നോക്കാതെ ആളുകൾ ഞാൻ അത്യന്തം സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ച് എന്നോട് സഹായ വാഗ്ദാനങ്ങൾ ചെയ്ത 1-2 സഹോദരന്മാരൊഴികെ മറ്റുള്ള ആളുകളോടൊന്നും എനിക്ക് അങ്ങനെയുള്ള കടപ്പാടുകളൊന്നും ഇല്ല. ഞാൻ അതൊന്നും പ്രതീക്ഷ വന്ന ആളുമല്ല. എനിക്കിവിടെയൊന്നും ഈ പറയപ്പെട്ട പണപരമായ കാര്യങ്ങൾ ഉപദേശത്തെ പണത്തിന് വെക്കാനായിരുന്നെങ്കിൽ 1900
1985 ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, അന്നത്തെ കാലത്ത് എനിക്ക് $300, $350, $400 പ്രതിമാസം സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ എന്റെ ഒരു പ്രൊഫസർ, മഹോപദ്രവത്തിൽ കൂടി സഭ കടന്നു പോകുന്നു വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ പ്രപണനായിരുന്നു. അദ്ദേഹം അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും അദ്ദേഹത്തിന്റെ അണ്ടർ നിൽക്കണമെന്നും പറഞ്ഞാണ്. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഇന്നും ചെയ്തിട്ടില്ല. മഹോപദ്രവത്തിൽ കൂടി സഭ കടന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന ചുരുക്കം ചില കേരളത്തിലെ അധ്യാപകരുടെ സ്ഥലത്ത് വെച്ച് അവർ ദൈവവചനം പഠിപ്പിച്ച് സഭ മഹാവിനോട് കടന്നു പോകുന്നുള്ളവരുടെ ആശയം പഠിപ്പിച്ച ക്ലാസിന്റെ ഒടുവിൽ അന്ധകാര പ്രഭു വെളിപ്പെടും മുമ്പ് സന്തോഷ രാജ്യത്തിൽ ചേർന്നിടുമേ ഞാൻ, സിയോനെ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലയും രാജനിത വരുവാറായ എന്നുള്ള പാട്ട് പാടി പ്രാർത്ഥിച്ചവനായി. അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ദൈവവചനത്തിന്റെ ഉപദേശ വിഷയങ്ങളിൽ ഞാൻ അണുവിട പോലും ആരോട് വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല. കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ കടന്നു പോകുന്ന രൂക്ഷമായിരിക്കുന്ന ഒറ്റപ്പെടലിന്റെയും നിന്ദയുടെ അനുഭവത്തിൽ കൂടി എനിക്ക് കടന്നു പോകേണ്ട ആവശ്യം വരികയില്ലായിരുന്നു. പല കാര്യങ്ങളിലും ഞാൻ അങ്ങനെയാണ്. ദൈവവചനം തെറ്റെന്ന് പറയുന്ന കാര്യം തെറ്റാന്ന് ഞാൻ എല്ലാ കാര്യത്തും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു വചന വിഭാഗത്തിന്റെ ഒരംശം മാത്രം നമുക്ക് നിഷിദ്ധവും ബാക്കിയുള്ള സ്വീകാര്യവും അല്ലെങ്കിൽ മൗനതയും എന്ന് പറയുന്നത് എന്റെ ടീച്ചിങ്ങിൽ എനിക്കില്ല. ഇപ്പൊ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. മാർത്തോമ സഭാവിശ്വാസം ഉപേക്ഷിച്ച് വേർപാട് വിശ്വാസത്തിലേക്ക് ഞാൻ വരാൻ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു പള്ളി ആരാധനയാണ്, ഞാൻ അതിനോട് വിശ്വസിക്കുന്നില്ല. അപ്പോൾ കിഴക്കോട്ടുള്ള പ്രാർത്ഥന എനിക്ക് സ്വീകാര്യമല്ല. മനുഷ്യൻ എഴുതി കൂട്ടിയ തത്സമുള്ള ആരാധന രീതി ഞാൻ അവലംബിക്കാറില്ല. എന്നുള്ളമാകും മഹാദേവാലയത്തിൽ നിന്ന് പൊന്തും നിനക്ക് വന്ദനം പരമേശ എന്നാണ് സൈമൺ സാർ പാടി. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആത്മാവിനും സത്യനും ആരാധിക്കുന്നു. അതുപോലെ പിന്നെ ഈ നിരവധി വിഷയങ്ങൾ, ഉപദേശ വിഷയങ്ങൾ, അതില് വചനപരമായി വേർപെട്ട സമൂഹം മുറുകെ പഠിച്ചിരിക്കുന്ന ഉപദേശ സംജ്ഞയാണ് വചനത്തോട് ഏറ്റവും മമത പുലർത്തുന്നത് എന്നുള്ള എന്റെ പരിശുദ്ധാത്മജ്ഞാനത്താലുള്ള കണ്ടെത്തലാണ് ഞാനൊരു വേർപാട് വിശ്വാസിയായി തീരുവാൻ കാരണമായി തീർന്നത്. ഇപ്പൊ 65 വയസ്സായല്ലോ. 978 ആഗസ്റ്റ് 16 ഞാൻ വിശ്വാസം സ്വീകരിക്കുന്നത്, വേർപാട് വിശ്വാസം വരുന്നത്. ഇനി ശിഷ്ടമുള്ള ആയുസ് എത്തെന്ന് അറിയുന്നില്ല. അത്രയും കാലവും ഞാൻ ഒറ്റയ്ക്ക് നിന്നാലും എല്ലാവരും ഉപേക്ഷിച്ചാലും ഞാനൊരു വേർപാട് വിശ്വാസിയായി തന്നെ ജീവിച്ച്, വേർപാട് വിശ്വാസിയായി തന്നെ മരിച്ച്, വേർപാട് വിശ്വാസിയായി തന്നെ കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവം എന്റെ കൂടെയുണ്ട്, ഞാൻ കർത്താവിനൂടെ അവന്റെ പാളയത്തിലാണ് എന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാനൊരു ക്ലാരിഫിക്കേഷൻ പറയാൻ വേണ്ടി ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ഭൗതിക വിഷയങ്ങളും കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിൽ വന്നവനല്ല. ഇനി ഒരു വാക്കൂടെ കടന്നു പറയാം. വേർപെട്ട ദൈവത്തിന്റെ ഇടയില് ഞാൻ വേർപാട് വിശ്വാസം സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള 2 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗികമായ ഒരു മെസ്സേജ് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച KG തോമാച്ചാനി, പിന്നീട് എരന്തൂര് TK ശ്യാമൽ സാറിനെ ഒഴികെ വേർപാടുകാരെ ആരെയും എനിക്ക് അറിയാൻ വയ്യായിരുന്നു. അവരെ ആരെയും നേരിട്ടറിയുകയോ പരിചയപ്പെടുകയോ ചെയ്യാതെയാണ് ഞാൻ പരിശുദ്ധാത്മ നിയോഗപ്രകാരം വേർപെട്ട വിശ്വാസം കൈക്കൊണ്ടത്. ഞാൻ കൈക്കൊണ്ടത് അബദ്ധമാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഒരു പക്ഷെങ്കിൽ ഭൗതികമായി നേടാമായിരുന്ന പല നേട്ടങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. പക്ഷെ അതും ദൈവഹിതമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ദൈവം ഇതുവരെയും നടത്തുന്നുണ്ട്. വലിയ സുഖലോലുപതയോടെ ആഡംബരത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ലാളിത്യത്തിലാണ് അന്നും ഇന്നും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസം ഉത്തമമാണെന്നാണ് എന്റെ ബോധ്യം. എന്റെ ജീവിതത്തിന്റെ വേർപാട് അനുഭവം എന്ന് പറയുന്നത് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ള കാഴ്ചപ്പാടാണ്. പിന്നെ വിശുദ്ധിയുടെ മാനദണ്ഡം സംബന്ധിച്ച് ആന്തരിക ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും പുരുഷനും സ്ത്രീയും വിശുദ്ധരും വിശ്വസ്തരുമായിരിക്കണമെന്നും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും വിശ്വസ്തരായിരിക്കണമെന്നും, അവരുടെ കുടുംബജീവിതത്തിൽ ഒരു അവിശ്വസ്തയും പാടില്ലെന്നും, യാതൊരുവിധമായ മാലിന്യങ്ങളും സാത്താനോ മറ്റുള്ളവരോ അവരെക്കുറിച്ച് പറയാൻ പാടില്ല എന്നും ഉത്തമമായി ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനത്തിൽ വേർപെട്ട സമൂഹം വിശ്വസിക്കുന്ന എല്ലാ ഉപദേശ സത്യങ്ങളും ഞാൻ അപ്പടി തന്നെ വിശ്വസിക്കുന്നു. ആ ഉപദേശ സത്യങ്ങൾക്ക് വിരോധമായി ആരെങ്കിലും നിന്നാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എന്നോട് ക്രുദ്ധിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഏതായാലും നിങ്ങൾ ഒരുവനായി നിങ്ങളോടുകൂടെ എണ്ണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും ദൈവിക പ്രകാശം നൽകിയെങ്കിൽ ഞാൻ അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തുടർന്നും
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവനാമം മഹത്വപ്പെട്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷം ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട്. താങ്ക് യു.